ഇക്കയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇതോണ്ടെ ഇതാണ്. വേറൊരു പ്രശ്നമുണ്ട്, കമ്മ്യൂണിറ്റിയിൽ കുറെ പെണ്ണുങ്ങളുണ്ട്. ഓല് പറയണത് നിങ്ങൾ കോഴിയാണ്, നിങ്ങൾ വന്നു കഴിഞ്ഞാല് ഭയങ്കര ഇടങ്ങാറായിക്കാരെ പെണ്ണുങ്ങൾക്ക് എന്നാ പറയണത്. അതുകൊണ്ടാട്ടോ നിങ്ങളൊന്നും വിചാരിക്കരുത്, നമുക്ക് പിന്നെ എപ്പോഴും നോക്കാം. കുട്ടി അത് കഥാപാത്രല്ലേ, ശരിക്കുള്ള ഞാൻ കോഴിയാ, ഞാൻ പെണ്ണുങ്ങളെ മുഖത്ത് തന്നെ നോക്കില്ല. ഐ കരയില്ല ബുക്ക, നമ്മക്കെല്ലാം അറിയുള്ളൂ നിങ്ങൾ കോഴിയല്ല നേരം പറഞ്ഞു. നത്തിങ് ഫോൺ എങ്ങനെയുണ്ട്? ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. അത്യാവശ്യം നല്ല ക്യാമറ, അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ, പ്രീ ഡീസെന്റ് ഫോൺ. പിന്നെ ലൈറ്റ് കത്തും. അയ്യോ കാർത്തിക് സൂര്യനെ കാണണം, എന്റെ ഡ്രീംസ് ഒക്കെയാണ് ഇത്. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ ഫസ്റ്റ് എടുത്തത് കാർത്തിക് സൂര്യനെ കാണണം എന്നുള്ളൊരു ഇതാ. അതുകൊണ്ട് ഞാൻ വരണമെന്ന് വിചാരിച്ചു. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമാണ്. എന്നെ കൂടെ ഇമോഷണൽ ആയി കളഞ്ഞല്ലോ. സെൽഫി തരുമോ? അതിന്റെ ഇടയിൽ കൂടാ അമ്മ ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. പോയിട്ട് വാ, പെട്ടെന്ന് പറഞ്ഞേ. പോയിട്ട് വരൂ. എവിടെ പോന്നെ? എവിടെയാ പോന്നെ? എന്തിനാ പോന്നെ? എത്ര സമയം എടുക്കും? എന്തിനാ പോന്നെ? എപ്പോ വരും? എന്തു അമ്മ രാവിലെ തന്നെ അടുത്ത് വേണം. എന്ത് വെച്ചാൽ എന്നെ എത്ര കണക്ക് ചോദിക്കുന്നവരുടെ അടുത്ത് പോണ്ട. പറക്ക തുടിക്കത്, പഴക പഴക പിടിക്കത്, പഴയ രണങ്ങൾ മറക്കത്, പറക്ക പറക്ക പഴക പഴക. ഹായ് ഗൈസ്, എന്റെ ഗേൾ ഫ്രണ്ട് ഒരു ബെസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല കേട്ടോ. അവർ നല്ല ഫ്രണ്ട്സാണ്, അവർ ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ്. നമ്മൾ അതിനകത്ത് അവർ ഇടപെടുകയോ ചെയ്യരുത്. നമ്മളതിനകത്ത് ഇടപെടുകയോ ചെയ്യരുത്. അവർ വെറും ഫ്രണ്ട്സാണ്. അവർ നന്നായിട്ട് കെയർ ചെയ്യുക. കുറച്ച് ആസിഡ് വേണമായിരുന്നു. ഐഫോണ് ചെകള പോലും പൊളിച്ചിട്ടില്ല. വേറെ സ്റ്റോറി കൊടുക്കുക 5 ലക്ഷം റുപ്യക്ക്. പക്ഷെ ഞാൻ സ്റ്റോറി താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. കൊയിലാണ്ടിയിലുള്ളവർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ. കൊച്ചിയിലുള്ളവർ നമ്മളെ താഴെ കാണുന്നത്. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. 11 Pro കണ്ണ് അഞ്ചിക്കുന്ന കാണുന്ന നമ്പറിലോട്ട് വിളിച്ചോ. ഓൾ ഓവർ ഇന്ത്യ കൊറിയർ ഉണ്ട്. നമ്പറിലോട്ട് വിളിച്ചോ. കൊച്ചിയിലും സ്റ്റോക്ക് ഉണ്ട്, കൊയിലാണ്ടിയിലും സ്റ്റോക്ക് ഉണ്ട്. 11. പിന്നെ നമ്മളത് ഈ ഒരു സാധനം കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടാ. ഓക്കെ, ചെറുപ്പത്തിൽ തന്നെ കായ്ക്കണ ചക്കവരാണ്. പ്ലാവാണ്. എന്ത് പറ്റി മോനെ? അപ്പൊ എനിക്ക് വയറുവേദന എടുക്കുന്നത്. ഈ ഓൺലൈൻ ക്ലാസ് ഒന്ന് നോക്കാവോ? പെണ്ണുപിള്ള എങ്ങാണ് എവരിത്തിങ് ക്ലിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് പറയാം. എന്റെ ഡൗട്ട്സ് എന്ന് ചോദിച്ചാൽ നോ പറയാം. ഫൈൻഡിങ് ദി ക്ലാസ് ഒന്നും എല്ലാം കേട്ട് കഴിഞ്ഞാൽ സയൻസ് പറഞ്ഞു. അത്രേ ഉള്ളൂ. ക്ലാസ് എന്തായി? അയ്യോ, ഇതൊക്കെ ഒരു സിമ്പിൾ ഇല്ലേ മോനെ? എന്തായാലും അപ്പൂപ്പൻ ഇടപെട്ട മോന് പെൻഷൻ ഒപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏതാണ്? സ്വാതന്ത്ര്യം നല്ലതാണോ? ഏത് വർഷമാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? ഞാനാ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അക്കൗണ്ട് വിൽക്കുന്ന 1000 രൂപയ്ക്ക് 1000 കുണുമയോ? എന്റെ വർഷങ്ങളുടെ അധ്വാനമാണ് ഈ അക്കൗണ്ട്. ഒരു 2000 രൂപയൊക്കെയാണ് പിന്നെ. നിങ്ങൾ രണ്ടുപേരും ഞാൻ എന്തിനാ വിളിച്ചതെന്ന് വെച്ചാ, എനിക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് അറിയണം. ബബ്ലീഷേ, നീ ഇപ്പൊ 10ാം ക്ലാസ്സാ. പഠിത്തം കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ പ്ലാന്? പഠിത്തം കഴിഞ്ഞാൽ ബുക്ക് അടച്ചു വെച്ചൊന്ന് കിടക്കാനാ പ്ലാന്. സോ വാട്ട്സ് യുവർ ഡ്രീം ഇൻ യുവർ ലൈഫ്? എന്റെ ഡ്രീം എന്ന് പറയുമ്പോൾ എനിക്ക് ലോകം മൊത്തം എക്സ്പ്ലോർ ചെയ്യണം, അടിച്ചു പൊടിക്കണം, ഫുൾ വൈബായിട്ട് നടക്കണം. ഫുൾ വൈബ്. എന്നെ കിട്ടണം, വീഡിയോ വെക്കണം, കാറ് വാങ്ങണം. എനിക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരുപാട് ഡിഗ്രി എടുക്കണം, ഒരുപാട് അറിവ് നേടണം. വീഡിയോ വെക്കണം, കാറ് വാങ്ങണം, പെണ്ണ് കെട്ടണം.
പുതിയ പുതിയ വൈറസുകൾ കണ്ടുപിടിച്ച് ലോകത്തെ നശിപ്പിക്കണം. കുറച്ച് ദിവസങ്ങളായി ചെടികൾക്ക് എന്നും വെള്ളം ഒഴിക്കുന്ന എന്നെ കണ്ട അച്ഛൻ. ഇപ്പോ കുറച്ച് ദിവസമായിട്ട് ചെടിയൊക്കെ നനയ്ക്കുന്നുണ്ടല്ലോ. ചെടി നീ അതിന്റെ ഇടയ്ക്ക് വേറൊന്നും നട്ടിട്ടില്ലല്ലോടാ മോനെ. എടി ഇന്നലെ പെങ്കൊച്ചെന്നെ തിരിച്ചറിഞ്ഞ് സെൽഫി എടുക്കാൻ വന്നു. എന്നിട്ട് സെൽഫി എടുത്തിട്ട് അവൾ എന്റെ അടുത്ത് പറയാ താങ്ക് യു അങ്കിളാണ്. അതെങ്ങനെയാ തടി കുറക്കണം അങ്ങോട്ട്? പറയുന്നാക്ക് തന്നെ തടിയില്ലല്ലോ. നാളെ മുതൽ നടക്കാൻ പോയാല് എന്നാ നിങ്ങൾക്ക് മാറ്റി വെച്ചതാ, വേണമെങ്കിൽ എടുത്ത് കഴിക്കി. ഡയറ്റിംഗ് തുടങ്ങി ഇല്ലേക്കാ? നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. ഞാൻ സജു സഹദേവൻ. ഞാൻ ജോക്കുട്ടൻ. ഞാൻ ഓൺ വോയിസിൽ ഒരു പാട്ട് പാടാം. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിൻമിഴികളിലോറും സ്നേഹം, എൻ കനവിൽ നിറയും മോഹം, എന്നിട്ട് മെഹബൂമ്പ മെഹത്തിരി മെഹബൂമ്പ. അളിയാ ദോണ്ട് അവളവിടെ നിൽക്കുന്നുണ്ട്. ഇന്നെങ്കിലും എന്തേലും ഒക്കെ ഒന്ന് സംസാരിച്ച് വീഴ്ത്തിക്കോണേ. ഇന്ന് എന്തായാലും സംസാരിച്ചിരിക്കും. ദൈവമേ, സംസാരിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാക്കി തരണേ. ചേട്ടാ ടൈം എത്രയായി? സമയം അത് എന്ത് ഓടാത്ത വാച്ചാണോ? ഓടും. ചെറിയ സൂചി 10-നും വലിയ സൂചി 8-നും. എന്തോടാ നീ 3 ദിവസം റൂമിന് പുറത്തിറങ്ങിയിട്ടില്ലെന്നാണല്ലോ നിന്റെ അമ്മ പറഞ്ഞത്. സത്യം പറ, എന്തോടാ പരിപാടി? നീ ഉദ്ദേശിക്കുന്ന സാധനമല്ല, ഇതാണ് ജാപ്പനീസ് അനിമേ. ആനിമേ? അതെന്തോ? അതറിയണമെങ്കിൽ ലോകവിവരം വേണം നിനക്ക്. നിനക്ക് അറ്റാക്ക് അറ്റാക്ക് എന്തോന്ന് അറിയാമടാ, എന്നിട്ട് എത്തിലോട്ട് എന്തോന്ന് അറിയാമടാ. അതൊക്കെ ആരെടുത്താ പറയുന്നത്? ലെജൻസിന് അറിയാനുള്ള കാര്യങ്ങളല്ലോ. നിർത്തണം. നീ കുറെ നേരം ആയല്ലോ. നിനക്ക് ഡോളക്കൂടെ എവിടെ അറിയോടാ? നിനക്ക് കുന്തുനാക്കി അറിയോടാ? മാപ്പ് മാപ്പ് തന്നോടാ. മാപ്പ് വാച്ച് ഉണ്ടോ? വാച്ച് നിന്റെ കൈ കെട്ടുന്നിടത്തുള്ള ആപ്പോ പോച്ചല്ല, ബെൻഡന്റെ ലൈറ്റ് വരുന്ന വാച്ച്. അവന്റെ ഒരു ജാപ്പനീസ് ആനിമേ വെറുതെ ആളെ കുതിപ്പിക്കാനായിട്ട് ഡോറപ്പൂച്ച് തുടങ്ങുന്ന സമയം ഞാൻ പോകും. വീഡിയോ എടുക്കണ്ടേ? എന്താണ് സാധാരണ ഇല്ലാത്തൊരു എനർജി ഒക്കെ? ഇന്ന് എന്നും ഇല്ലാത്ത ഒരു എനർജി ഒന്നും പറയണ്ട, എനിക്ക് തോന്നിക്കണ്. പച്ച ഷൂവും കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് കണ്ടപ്പോഴേക്ക് തോന്നിക്കണ്. അതെന്ത് സംഭവം? എനിക്ക് വായനോട്ടല്ലേ ചെയ്യുന്ന എന്താണ് സംഭവം? അതായത് എനിക്ക് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പോവാ. എന്റെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് ഞാൻ അത് കറക്റ്റ് എന്റെ ആ ഒരു ജീവിത സഖിയുടെ മുന്നിലേക്ക് ഞാൻ എടുത്തു വെക്കാൻ വേണ്ടി പോവാ. എത്രാമത്തെ? ഹോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സലാൽ. ഹോ ഗൈസ്, ഇത് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റോസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. എന്റെ പൊന്നു മോനെ, വിരോധം അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ? അടിച്ച ബ്രാൻഡിന്റെ പേരെന്ന് പറഞ്ഞുതരാം. പുഷ്പരാജ്. ചെറുക്കനെ കണ്ടിട്ട് ജോൺസൺ ബേബി പൗഡറിന്റെ മണം ഓർമ്മ വരും. വിവാഹ പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ ടോട്ടൽ 20 ആൾക്കാരുടെ ഇൻവിറ്റേഷൻ. 20 people? Only 15 is enough, baby. മലയാളികൾ വിവാഹ പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ ഇപ്പൊ 500 ആളായ ഹംസേനെയും വിളിച്ച്. ഇങ്ങനെ സൗജത്തിന് വിളിച്ചിട്ടില്ല? ഏത് സൗജത്ത്? അന്റെ ഉപ്പ പണ്ട് ഉമ്മ എന്റെ വെല്ലും വെച്ചിന്റെ അമ്മച്ചിന്റെ ഏച്ചിന്റെ അപ്പുറത്ത് പയ്യെ കിടക്കുന്ന പശുവിനെ കിടക്കുന്ന അപ്പുറത്ത് A+1 ഈക്വൽ മൂത്തുമ്മ ഈക്വൽ ടു മൂത്താപ്പ ഈക്വൽ ടു സ്ക്വയർ +1 ഈക്വൽ ടു മെയ്മൂന മെയ്മൂനന്റെ മോള അകയിലെ ബന്ധുവില്ലേ സൗജത്ത് മോളെ വിളിച്ചിട്ട് മാർവലിലെ മുതുകാടായ മിസ്റ്റർ ഡോക്ടർ സ്ട്രേഞ്ച് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ വൺ ആൻഡ് ഓൺലി സാം റാമി എന്ന് പറയുന്ന ലെജൻഡറി ഡയറക്ടറാണ്. പുള്ളിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഈവിൾ ഡെഡ് എന്ന് പറയുന്ന ഹൊറർ സിനിമ, എത്ര പേര് അത് കണ്ട് മുള്ളിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പണ്ട് എല്ലാവരും കിടക്കെ മുള്ളുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ കണ്ടതിൻ്റെ മുള്ളി പുള്ളി ഒരു വലിയൊരു മുള്ളിയായി.
ചേട്ടാ എന്താ ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത്? ഹൃദയം സിനിമ കണ്ട് ഒരുത്തിയെ കണ്ണിൽ നോക്കി വളയ്ക്കാൻ ശ്രമിച്ചതാ. എന്നിട്ട് അവക്ക് ചെങ്കണ്ണായിരുന്നു. അതാരാ വണ്ടിയില്? ഒന്ന് നോക്കി. പോലീസാ? എന്തിനാണാവോ? അറിയില്ല. ഇനി ചിലപ്പോ ഞാനിതെല്ലാം ഹോർലിക്സ് കെട്ടുന്നതിനായിരിക്കും. ചിലപ്പോ എന്നെ പിടിക്കാനാണെങ്കിലോ? അതിന് നീ എന്ത് ചെയ്ത്? ഞാൻ ഇന്നലെ ട്രെയിൻ പാളം തെറ്റാൻ വേണ്ടി റെയിൽവേ ട്രാക്കിൽ പഴത്തൊലി വെച്ചിട്ട് വന്നു.